സങ്കീർത്തനം 94. പ്രതികാരത്തിന്റെ ദൈവമായ യഹോവേ, പ്രതികാരത്തിന്റെ ദൈവമേ, പ്രകാശിപ്പിക്കണമേ. ഭൂമിയുടെ ന്യായാധിപതി എഴുന്നേൽക്കണമേ. ഡംഭികൾക്ക് നീ പ്രതികാരം ചെയ്യണമേ. യഹോവ ദുഷ്ടന്മാർ അത്രത്തോളം ഘോഷിച്ചുല്ലസിക്കും. അവർ ശകാരിച്ച് ധാർഷ്ട്യം സംസാരിക്കുന്നു. നീതി പ്രവർത്തിക്കുന്ന ഏവരും കൊമ്പു പറയുന്നു. യഹോവ, അവർ നിന്റെ ജനത്തെ തകർത്ത് കളയുന്നു, നിന്റെ അവകാശത്തെ പീഡിപ്പിക്കുന്നു. അവർ വിധവയെയും പരദേശിയെയും കൊല്ലുന്നു, അനാഥന്മാരെ അവർ ഹിംസിക്കുന്നു. യഹോവ കാണുകയില്ല എന്നും യാക്കോബിന്റെ ദൈവം ഗ്രഹിക്കുകയില്ല എന്നും അവർ പറയുന്നു. ജനത്തിന്റെ മൃഗപ്രായരായവരെ ചിന്തിച്ചു കൊള്ളുവിൻ. ഭോഷന്മാരെ, നിങ്ങൾ എപ്പോഴും ബുദ്ധി വരും. ചെവിയെ നട്ടവർ കേൾക്കില്ലയോ? കണ്ണിനെ നിർമ്മിച്ചവൻ കാണുകയില്ലയോ? ജാതികളെ ശിക്ഷിക്കുന്നവൻ ശാസിക്കുകയില്ലയോ? അവൻ മനുഷ്യർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നില്ലയോ? മനുഷ്യരുടെ വിചാരങ്ങളെ മായ എന്നും യഹോവ അറിയുന്നു. യഹോവ ദുഷ്ടനെ കുഴി കുഴിക്കുവോളം അനർത്ഥ ദിവസത്തിൽ നീ അവനെ വിശ്രമിക്കേണ്ടതിനും നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണത്തെ നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ തന്റെ ജനത്തെ തള്ളിക്കളയുകയില്ല, തന്റെ അവകാശത്തെ കൈവിടുകയും ഇല്ല. ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും. പരമാർത്ഥ ഹൃദയമുള്ളവരൊക്കെയും അതിനോട് യോജിക്കും. ദുഷ്കർമ്മികളോട് നേരെ ആർ എനിക്ക് വേണ്ടി എഴുന്നേൽക്കും? നീതിയിൽ പ്രവർത്തിക്കുന്നവരോട് ആർ എനിക്ക് വേണ്ടി എതിർത്ത് നിൽക്കും? യഹോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവ നിന്റെ ദയ എന്നെ താങ്ങി. എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ശ്വാസനങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്നു. ദുഷ്ടതാ സിംഹാസനത്തിന് നിന്നോട് സഹിഷ്ണുത ഉണ്ടാകുമോ? നീതിമാന്റെ പ്രാണന് വിരോധമായി അവർ കൂട്ടം കൂടുന്നു. കുറ്റമില്ലാത്ത രക്തത്തെ അവൻ ശിക്ഷയ്ക്ക് വിധിക്കുന്നു. എങ്കിലും യഹോവ എനിക്ക് ഗോപുരവും എൻ്റെ ശരണശൈലവുമായ എൻ്റെ ദൈവവുമാകുന്നു. അവൻ അവരോട് നീതിയോട് അവരുടെ മേൽ തന്നെ വരുത്തും. അവരുടെ ദുഷ്ടതയിൽ നിന്ന് അവരെ സംഹരിക്കും. നമ്മുടെ ദൈവമായ യഹോവ അവരെ സംഹരിച്ചു കളയും. ആമേൻ.